അങ്ങനെ ഇന്ത്യ BGT 2024 ഫസ്റ്റ് ടെസ്റ്റ് ജയിച്ചിരിക്കുകയാണ്. വെറും 3 ആഴ്ച മുമ്പ് ന്യൂസിലൻഡിലൂടെ 3-0 തോറ്റ് ഓസ്ട്രേലിയയിലേക്ക് വന്ന ഈ ഇന്ത്യൻ ടീം ഫസ്റ്റ് ടെസ്റ്റ് ഇത്ര ഡോമിനേറ്റ് ചെയ്ത് വിജയിക്കുന്ന കടുത്ത ഇന്ത്യൻ ഫാൻസ് പോലും കരുതി കാണില്ല. ഈ മാച്ചിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ബൂംറയ്ക്കാണ്. ആസ് എ ക്യാപ്റ്റൻ ആൻഡ് ആസ് എ ലീഡിംഗ് ബോളർ, ഒരു ക്യാപ്റ്റൻ എങ്ങനെയാണോ മുന്നിൽ നിന്ന് ലീഡ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ മുന്നിൽ നിന്ന് ലീഡ് ചെയ്തിട്ടാണ് ബൂംറ ഈ വിജയം ഇന്ത്യക്ക് നേടിക്കൊടുത്തിരിക്കുന്നത്. ടോസ് കിട്ടി ബാറ്റിംഗ് തെരഞ്ഞെടുക്കുന്ന മുതൽ കളി അവസാനിക്കുന്നത് വരെ ബൂംറയുടെ എല്ലാ ഡിസിഷനും പെർഫെക്റ്റ് ആയിരുന്നു. എപ്പോഴൊക്കെ ഇന്ത്യ ഒരു പ്രഷറിലേക്കോ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദത്തിലേക്കോ പോകുന്നുണ്ടോ അപ്പോഴെല്ലാം ആസ് എ ബോളർ ബൂംറ വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് ഇന്ത്യക്ക് ഒരു ബ്രേക്ക് ത്രൂ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയെ തിരിച്ച് മാച്ചിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ന്യൂസിലാൻഡായിട്ട് ഒരു സീരീസ് തോറ്റിട്ട് ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയില്ല, അതുപോലെ തന്നെ സീനിയർ ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലി ഫോമിലല്ല, KL രാഹുൽ അതുപോലെ തന്നെ ഒരു മിസറബിൾ ആയിട്ടുള്ളൊരു ഫേസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ കുറച്ച് യങ്സ്റ്റേഴ്സുമായിട്ട് വരുമ്പോൾ പതറിപ്പോകാൻ ഒരു ക്യാപ്റ്റനെ സംബന്ധിച്ച് ഇത് തന്നെ ധാരാളം മതി. ബൂംറ ഒരു സ്ട്രോങ് ലീഡറായിട്ട് നിന്ന് മുന്നിൽ നിന്ന് നയിക്കുകയാണ് ചെയ്തത്. സ്വന്തം പ്ലേയേഴ്സിൽ ബൂംറയ്ക്ക് അത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നു, യങ്സ്റ്റേഴ്സിലും അത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നു. അത് പത്രസമ്മേളനത്തിലും പറയുന്നുണ്ടായിരുന്നു ബൂംറ എത്രത്തോളം യങ്സ്റ്റേഴ്സിനെയും തൻ്റെ പ്ലേയേഴ്സിനെയും വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ പ്ലേയേഴ്സ് എത്രത്തോളം ക്യാപ്റ്റന് വേണ്ടിയിട്ടും ടീമിന് വേണ്ടിയിട്ടും എന്തും ചെയ്യാൻ റെഡി ആയിട്ടാണ് ഈ സീരീസിലേക്ക് എത്തിയതെന്നും ബൂംറ പറയുന്നുണ്ടായിരുന്നു. ടോട്ടലി ഇതൊരു ടീം വർക്കായിട്ട് തന്നെ ഫസ്റ്റ് മാച്ച് തന്നെ ഇന്ത്യക്ക് ജയിക്കാൻ പറ്റി എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു പോസിറ്റീവാണ്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇപ്പോൾ ഇന്ത്യക്ക് പ്രതീക്ഷ ഉണ്ട്. ഇന്നത്തെ ദിവസത്തെ പറ്റി പറയുമ്പോൾ ഹെഡിൻ്റെ പെർഫോമൻസ് പറയാതിരിക്കാൻ പറ്റില്ല. ഹെഡ് ഒരു നല്ലൊരു ഇന്നിങ്സ് കളിച്ചു, ഒരു ചെറുത്തുനിൽപ്പ് നടത്തി. പക്ഷേ ഇന്ത്യയുടെ ഇത്രയും വലിയൊരു മാമോത്ത് സ്കോറിന് മുമ്പിൽ ഹെഡിൻ്റെ ചെറുത്തുനിൽപ്പൊന്നും ഒന്നും അല്ലായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് മുഹമ്മദ് സിറാജിൻ്റെ 3 വിക്കറ്റാണ് സെക്കൻഡ് ഇന്നിങ്സിൽ. കുറച്ച് നാളായിട്ട് സിറാജ് ഫോം ഔട്ട് ആയിരുന്നു, പക്ഷേ ഈ ഇന്നിങ്സിൽ മനോഹരമായിട്ട് എറിഞ്ഞു. അധികം റൺസൊന്നും കൊടുത്തില്ല, നല്ല കണ്ടെയ്ൻ ചെയ്തെറിഞ്ഞു, ക്രൂഷ്യലായിട്ടുള്ള 3 വിക്കറ്റ് എടുത്തു. പിന്നെ വാഷിംഗ്ടൺ സുന്ദർ 2 വിക്കറ്റ് എടുത്തു. ഇപ്പോൾ അശ്വിനും ജഡേജ ഇല്ലാതെ കളിക്കാൻ ഇറങ്ങിയ ഇന്ത്യക്ക് വാഷിംഗ്ടൺ സുന്ദർ 2 വിക്കറ്റ് എടുത്തത് ഒരു നല്ല പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ BGTയിൽ ഇന്ത്യക്ക് ഒരു സ്വപ്നതുല്യമായ തുടക്കം കിട്ടിയിരിക്കുകയാണ്. ആരാധകർ പോലും സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല ഇങ്ങനൊരു പെർഫോമൻസ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ ഉണ്ടാകുന്നു. ഒരുപക്ഷെ ഇന്ത്യ കഴിഞ്ഞ സീരീസിലൊക്കെ ചെയ്തതുപോലെ ഫസ്റ്റ് ടെസ്റ്റൊക്കെ തോറ്റൊരു തിരിച്ചറിവ് നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പല ആരാധകരും. അല്ലെങ്കിൽ ഒരു 3-2 അല്ലെങ്കിൽ 2-1 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇന്ത്യ ഡോമിനേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ലേറ്റർ ഇൻ ദ സീരീസ്. പക്ഷേ ഫസ്റ്റ് മാച്ചിൽ തന്നെ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്ന ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതാണ് ഒരു മോഡേൺ ഡേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ദ എബിലിറ്റി ടു ബൗൺസ് ബാക്ക്. ഈ ഒരു ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പോസിറ്റീവ് അവർക്ക് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ളൊരു കഴിവാണ്. അത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. T20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അത്രയും ഒരു തോൽക്കുന്നതിൻ്റെ വക്കിൽ നിന്ന് എങ്ങനെ ആ ഒരു ടീം തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്ത് വന്ന് കപ്പടിച്ചു നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂസിലൻഡായിട്ടുള്ള സീരീസിൽ തോറ്റ് നിൽക്കുന്ന ഒരു ടീം എങ്ങനെ ഓസ്ട്രേലിയ പോലെ ഒരു കണ്ടീഷൻസിൽ വന്നിട്ട് ഫസ്റ്റ് മാച്ച് ഡോമിനേറ്റ് ചെയ്ത് വിൻ ചെയ്യുന്നു എന്നുള്ളത് ഇന്ത്യൻ ടീമിൻ്റെ ഇപ്പോഴത്തെ ഒരു ഡോമിനേറ്റിംഗ് ഫേസ്, ഒരു മെൻ്റൽ സ്ട്രെങ്ത്, അതുപോലെ തന്നെ അഡാപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു മാച്ച് കൂടിയായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞത്. ഇന്ത്യയെ സംബന്ധിച്ച് അടുത്ത ചലഞ്ച് എന്ന് പറയുന്നത് രോഹിത് ശർമ്മ തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ എന്നിവർ അടുത്ത ടെസ്റ്റിലുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും പഠിക്കലും ധ്രുവ് ജുറയിലും പുറത്തേക്ക് പോകും, അത് സ്വാഭാവികമാണ്. പക്ഷേ ബാറ്റിംഗ് പൊസിഷൻ്റെ കാര്യത്തിൽ അപ്പോൾ കൺഫ്യൂഷൻ ആകും. ഇപ്പോൾ ഓപ്പണിങ്ങിൽ രാഹുൽ ഇറങ്ങി പെർഫോം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജയ്സ്വാൾ രാഹുൽ, ഇപ്പോൾ രോഹിത് ശർമ്മ വരുമ്പോൾ ഒബ്വിയസ്ലി രോഹിത് ശർമ്മ തന്നെ ഓപ്പൺ ചെയ്തേ പറ്റും. അപ്പോൾ രാഹുൽ എങ്ങോട്ട് പോകും? 1 ഡൗണിലേക്ക് വരാൻ പറ്റും. അപ്പോൾ 1 ഡൗണിൽ ശുഭ്മാൻ ഗില്ലുണ്ട്. ആൻഡ് നമ്പർ 4ലേക്ക് വരാൻ പറ്റും, അവിടെ വിരാട് കോഹ്ലി ഉണ്ട്. നമ്പർ 5ലേക്ക് വരാൻ പറ്റും, അവിടെ ഋഷഭ് പന്ത് ഉണ്ട്. അപ്പോൾ നമ്പർ 6ലേക്ക് രാഹുലിന് കളിക്കേണ്ടി വരും. അപ്പോൾ രാഹുലിനെ പോലെ ഒരു പ്ലെയറിനെ സംബന്ധിച്ച് ഏറ്റവും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഇതാണ്. കാരണം പന്ത് തട്ടുന്നവരിട്ട് പൊസിഷൻസ് രാഹുലിൻ്റെ കരിയർ അങ്ങോട്ടും ഇട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ മിഡിൽ ഓർഡറിൽ കളിക്കും, ചിലപ്പോൾ ടോപ്പിൽ കളിപ്പിക്കും, ഓപ്പണറായിട്ട് കളിപ്പിക്കും, ചിലപ്പോൾ ഫിനിഷറായിട്ട് കളിപ്പിക്കും. അങ്ങനെ രാഹുലിന് സ്ഥിരമായിട്ടൊരു പൊസിഷൻ ഇല്ല. ചിലപ്പോൾ വിക്കറ്റ് കീപ്പർ ആയിരിക്കും, ഇനി ക്യാപ്റ്റന്മാർ ആരും അവൈലബിൾ അല്ലെങ്കിൽ ക്യാപ്റ്റന്മാരെ ചെയ്യിപ്പിക്കും രാഹുലിനെ. അങ്ങനെ ഒരു ഹതഭാഗ്യനായ ഒരു പ്ലെയറാണ് രാഹുൽ എന്ന് പറയുന്നത്. എന്തായാലും ഒബ്വിയസ്ലി രാഹുൽ താഴേക്ക് പോകാനേ വഴിയുള്ളൂ, അതേ മാർഗമുള്ളൂ. കാരണം രോഹിത് ശർമ്മയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഗില്ലിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, വിരാട് കോഹ്ലി, ഋഷഭ് പന്തിനൊന്നും പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒബ്വിയസ്ലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രാഹുലാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ പന്ത് കഴിഞ്ഞിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് അടുത്ത ടെസ്റ്റിൽ വരും. അപ്പോൾ ടോട്ടലി ബാറ്റിംഗ് പൊസിഷൻസ്, ബാറ്റിംഗ് ഓർഡർ ഷഫിലാവും. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഇന്ത്യൻ പെർഫോമൻസിനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് കണ്ടതിനെ അറിയണം. ഏറ്റവും അവസാനമായിട്ട് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, വിൽ ഓസ്ട്രേലിയ ബൗൺസ് ബാക്ക്? എന്നെ സംബന്ധിച്ച് ഓസ്ട്രേലിയ നന്നായിട്ട് പെർഫോം ചെയ്യണം, അവർ ബൗൺസ് ബാക്ക് ചെയ്യണം, ഇന്ത്യക്ക് നല്ലൊരു ചലഞ്ച് തരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എങ്കിലേ ഈ സീരീസിനൊരു ചൂടുണ്ടാകത്തുള്ളൂ, നമുക്ക് കാണുന്നവർക്കും എല്ലാം ഒരു രസം ഉണ്ടാകത്തുള്ളൂ. ഓസ്ട്രേലിയ ഈ ഒരു ഫേസിൽ നിന്ന് തിരിച്ചു വരണം. എന്തായാലും അവരുടെ ഹോം കണ്ടീഷനാണ്, അവരുടെ സ്ഥലമാണ്. അവരെന്തായാലും നെക്സ്റ്റ് ടെസ്റ്റിൽ പിങ്ക് ബോളും കൂടെയാണ്, അവർക്ക് ഡോമിനേറ്റ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യക്ക് നന്നായിട്ട് ചലഞ്ച് ഓസ്ട്രേലിയക്ക് തരാൻ പറ്റണം, എങ്കിലേ ഒരു
ഈ സീരീസിനൊരു ചൂട് വരത്തുള്ളൂ, എങ്കിലേ കളി കാണുന്ന നമുക്കും ഒരു ചൂടുണ്ടാകത്തുള്ളൂ. ജയിക്കുന്നത് ഇന്ത്യയോ ഓസ്ട്രേലിയ ആയിക്കോട്ടെ, പക്ഷേ ഓസ്ട്രേലിയ തിരിച്ചു വന്ന് ഇന്ത്യക്ക് ശക്തമായിട്ടുള്ളൊരു ചലഞ്ച് കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ BGT സംബന്ധിച്ചുള്ള വീഡിയോസ് അടുത്ത ടെസ്റ്റിന് മുന്നോടിയായിട്ടുണ്ടാവും. IPL-ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ കാണാം. ബൈ.